മൂന്നാം തവണയും തുടർഭരണം എന്ന ലക്ഷ്യവുമായി തെരഞ്ഞെടുപ്പ് അംഗത്തിനിറങ്ങുന്ന സിപിഎമ്മിന് ഇപ്പോൾ പാളയത്തിലെ പട തീർത്തിട്ട് തെരഞ്ഞെടുപ്പിനിറങ്ങാൻ സമയമുണ്ടാകുമോ എന്നാണ് സംശയമുയരുന്നത്. അതും പാർട്ടിയുടെ ഉറച്ച ചെങ്കോട്ടയായ കണ്ണൂരിൽ നിന്ന് തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയർന്നിരിക്കുന്ന വിമത ശബ്ദം സിപിഎമ്മിനെ എത്തിച്ചിരിക്കുന്നത് മുൻപെങ്ങുമില്ലാത്ത ഒരു പ്രതിസന്ധിയുടെ മുന്നിലാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തന്നെ കലാപക്കൊടി ഉയർത്തി 6 പതിറ്റാണ്ടിന്റെ പാർട്ടി പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവ് പാർട്ടി വിട്ടിറങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇതുവരെ പാർട്ടി കരുതിവെച്ച ആയുധങ്ങളൊന്നും മതിയായി എന്ന് വരില്ല. പാർട്ടിക്കുള്ളിൽ തന്നെ പുകഞ്ഞു തീരുമെന്ന് കരുതിയ പല പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുന്നതാണ് പാർട്ടി കണ്ടത്. ആദ്യം വി കുഞ്ഞികൃഷ്ണനിലൂടെ പുകഞ്ഞു തുടങ്ങിയ ആ അഗ്നിപർവ്വതം ടി.കെ. ഗോവിന്ദന്റെ രൂപത്തിലാണ് പൊട്ടിത്തെറിച്ചത്. പാർട്ടിക്കുള്ളിലെ അനീതികളെ ചോദ്യം ചെയ്ത് പുറത്തു പോകുന്നവരെ വർഗവഞ്ചകൻ എന്ന് വിളിച്ച് പ്രതിരോധം തീർക്കാൻ എത്ര കാലം പാർട്ടിക്ക് സാധിക്കും? കണ്ണൂരിന്റെ ചുവന്ന രാഷ്ട്രീയ ഭൂമികയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും നാട്ടിലുണ്ടായ ഈ പൊട്ടിത്തെറിയുടെ ആഘാതം പാർട്ടിയെ വിട്ടുമാറാൻ ഒരുപക്ഷെ അല്പം സമയമെടുത്തേക്കും. പക്ഷേ അപ്പോഴേക്കും അത് പാർട്ടിയിൽ ഉണ്ടാക്കുന്ന തകരാർ ഒരുപക്ഷെ വളരെ വലുതുമായിരിക്കും. എന്തിനാണ് ടി.കെ. ഗോവിന്ദനെ പോലുള്ള മുതിർന്ന നേതാക്കൾ തന്നെ സിപിഎമ്മിനെതിരെ കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളുമായി കലാപക്കൊടി ഉയർത്തുന്നത്? സിപിഎം തന്നെ എതിർക്കുന്ന കോൺഗ്രസ്, ലീഗ് പോലുള്ള പാർട്ടികളെ വിമർശിക്കാൻ ഉപയോഗിക്കുന്ന സ്വജനപക്ഷപാതം, കുടുംബവാഴ്ച എന്നിവ സ്വന്തം പാർട്ടിയിൽ അതും സമുന്നതരായ നേതാക്കൾ നടത്തുമ്പോഴാണ് ടി.കെ. ഗോവിന്ദനെ പോലുള്ള നേതാക്കൾ എതിർതിരിഞ്ഞു നിന്ന് കലാപക്കൊടി ഉയർത്തേണ്ടി വരുന്നത്. 60 വർഷത്തോളം പാർട്ടി അംഗമായിരിക്കുന്ന ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ടി.കെ. ഗോവിന്ദന്റെ ആരോപണങ്ങളും വിമർശനങ്ങളുടെ കൂരമ്പുകളും ലക്ഷ്യം വെക്കുന്നത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെയാണ്. എം.വി. ഗോവിന്ദന്റെ ഭാര്യ പി.കെ. ശ്യാമളയെ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനമാണ് ഈ കലാപക്കൊടിക്ക് പിന്നിൽ. സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം മുതൽ ഉയർന്ന പ്രക്ഷോഭ കൊടുങ്കാറ്റാണ് സംഘടനാ കിട്ടുറപ്പിന് പുറത്തേക്ക് ആഞ്ഞടിച്ചത്. ഈ കലാപ കൊടുങ്കാറ്റിൽ ആരെല്ലാം കടപുഴകുമെന്ന് ഇനി കണ്ടറിയണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും പ്രചാരണത്തിലും ഒരു പടി മുന്നിൽ നിന്ന സിപിഎമ്മിന് പക്ഷേ പ്രചാരണ രംഗത്ത് മുന്നോട്ട് കുതിക്കേണ്ടതിന് പകരം സ്വന്തം പക്ഷത്തു നിന്ന് എതിർതിരിഞ്ഞു നിന്ന് പോരടിക്കുന്ന നേതാക്കൾക്ക് പ്രതിരോധം തീർക്കേണ്ട സ്ഥിതിയായി. പക്ഷേ ഇത്തരത്തിൽ അനീതി ചോദ്യം ചെയ്യുന്ന നേതാക്കളെ വർഗവഞ്ചകൻ എന്ന മുദ്രകുത്തി പരിചയൊരുക്കൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും സിപിഎമ്മിന്. കണ്ണൂർ രാഷ്ട്രീയത്തെ കലക്കി മറിച്ച് ഇപ്പോൾ സിപിഎമ്മിനെതിരെ കലാപക്കൊടി ആദ്യം ഉയർത്തിയത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ വി കുഞ്ഞികൃഷ്ണനായിരുന്നു. പക്ഷേ കുഞ്ഞികൃഷ്ണൻ ലക്ഷ്യം വെച്ചത് എം.എൽ.എയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ടി.ഐ. മധുസൂദനെയായിരുന്നുവെങ്കിൽ ടി.കെ. ഗോവിന്ദൻ എന്ന മുതിർന്ന നേതാവ് ലക്ഷ്യം വെച്ചത് സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ എം.വി. ഗോവിന്ദൻ മാസ്റ്ററെയാണ്. താനിരുന്ന കസേരയിൽ ഭാര്യയെ ഇരുത്തി അധികാര കസേര നഷ്ടമാകരുത് എന്ന് ചിന്തിക്കുന്ന ഗോവിന്ദൻ മാഷിന്റെ അധികാരമോഹത്തെയും സ്വജനപക്ഷപാതത്തെയും വിമർശിച്ചുകൊണ്ടാണ് ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിട്ടത്. ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ എല്ലാവരോടും സിപിഎം ചെയ്യുന്നത് പോലെ തന്നെയും വർഗ വഞ്ചകനാക്കുമെന്ന് ടി.കെ. ഗോവിന്ദന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിനെ ചെറുക്കാനാണ് അദ്ദേഹം ഒരു മുഴം മുന്നേറിഞ്ഞത്. 3 തവണ ഇരുന്ന കസേരയിൽ തനിക്ക് ശേഷം ഭാര്യയെ ഇരുത്താനുള്ള ശ്രമമാണ് യഥാർത്ഥ വർഗവഞ്ചന എന്ന വിമർശനം വർഗവഞ്ചകൻ എന്ന തനിക്കെതിരായ ചാപ്പയ്ക്കുള്ള മുന്നേ കൂട്ടിയുള്ള മറുപടിയായിരുന്നു. 3 തവണ എം.എൽ.എ ആയ എം.വി. ഗോവിന്ദൻ 4ാമതായി ഭാര്യയെ അതേ സീറ്റിൽ എം.എൽ.എ ആക്കണമെന്ന് ശഠിക്കുന്നതിന് പിന്നിൽ രാജ്യത്തെ സ്നേഹിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹമല്ല എന്നും അഴിമതിയാണ് എന്നുമാണ് ടി.കെ. ഗോവിന്ദന്റെ വിമർശനം. കണ്ണൂരിന്റെ ചുവന്ന മണ്ണിൽ 60 വർഷം പാർട്ടിക്കൊപ്പം നടക്കുകയും 25 കൊല്ലം ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്ത നേതാവാണ് ടി.കെ. ഗോവിന്ദൻ. പാർലമെന്ററി വ്യാമോഹമല്ല തന്റെ നിലപാടിന് പിന്നിലെന്നും ഇത്തരം അനീതികൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാനാകില്ല എന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പാർട്ടിയിൽ നടക്കുന്ന അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും എല്ലാ നെറുകേടുകൾക്കും എതിരായ വിമർശനം അടങ്ങിയിട്ടുണ്ട്. പാർട്ടിയെ ആകെ നയിക്കുന്ന എം.വി. ഗോവിന്ദൻ എന്തിനാണ് തന്റെ ഭാര്യയെ വാശി പിടിച്ച് എം.എൽ.എ ആക്കുന്നത് എന്നാണ് ടി.കെ. ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. വനിത തന്നെ സ്ഥാനാർത്ഥിയാകണം എന്നായിരുന്നുവെങ്കിൽ യോഗ്യതയുള്ള മറ്റു വനിതകളും മണ്ഡലത്തിലുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്ന എൻ സുകന്യയുടെ പേര് വെട്ടി ശ്യാമളയുടെ പേര് മാത്രം സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചത് എന്തിനായിരുന്നുവെന്ന ചോദ്യത്തിലുണ്ട് എം.വി. ഗോവിന്ദന്റെ സ്വജനപക്ഷപാതത്തിനുള്ള തെളിവ്. 3ാം പിണറായി സർക്കാരിലേക്കുള്ള പ്രയാണത്തിൽ ഉറപ്പായ മണ്ഡലങ്ങളിൽ ഒന്നായാണ് സിപിഎം തളിപ്പറമ്പിനെ കണ്ടിരുന്നത്. പക്ഷേ തളിപ്പറമ്പിനെ കുറിച്ചുള്ള ചർച്ചകളിൽ പി.കെ. ശ്യാമളയുടെ പേര് ഉയർന്നു വന്നതിനെ ചൊല്ലി ഉണർന്ന പ്രതിഷേധ സ്വരങ്ങളെയെല്ലാം വിട്ടുനിർത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യാൻ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതും ഇപ്പോൾ പുറത്തു നിൽക്കുന്ന ടി.കെ. ഗോവിന്ദനായിരുന്നു. അന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എം.വി. ഗോവിന്ദനും എം.വി. ജയരാജനും പങ്കെടുത്തതുമാണ്. ജില്ലാ കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റിയിലും ശ്യാമള സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെ രൂക്ഷമായ പ്രതിഷേധമുയർന്നു.
3 പേരൊഴികെ ബാക്കി യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളെല്ലാവരും രൂക്ഷമായി വിമർശിച്ചു. വിമർശനത്തിന്റെ ചുവട് പിടിച്ച് സ്ഥാനാർത്ഥിയെ മാറ്റുമെന്ന് എല്ലാവരും കരുതിയപ്പോൾ ഒരു വിമർശനങ്ങൾക്കും ചെവി കൊടുക്കാതെ, വിമർശനങ്ങളൊന്നും അംഗീകരിക്കാതെ ശ്യാമളയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു. പയ്യന്നൂരിലെ TI മധുസൂദനന്റെ സ്ഥാനാർത്ഥിത്വവും ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇതിനെതിരായ വിമർശനവും അംഗീകരിക്കപ്പെട്ടില്ല. വനിതാ സ്ഥാനാർത്ഥി തന്നെ വേണമെങ്കിൽ തളിപ്പറമ്പിൽ N സുകന്യ മത്സരിക്കട്ടെ എന്ന നിർദ്ദേശം ജില്ലാ കമ്മിറ്റിയിൽ വന്നിരുന്നു. നിർദ്ദേശങ്ങൾ മേൽ കമ്മിറ്റിക്ക് നൽകാമെന്ന് പറഞ്ഞുവെങ്കിലും നൽകിയില്ല എന്ന് മനസ്സിലായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ശ്യാമളയുടെ പേര് മാത്രം വന്നപ്പോഴായിരുന്നു. തങ്ങളുടെ വിമർശനങ്ങൾക്കൊന്നും ചെവി കൊടുക്കാത്ത ഏകപക്ഷീയമായി ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതോടെയാണ് പാർട്ടിയിൽ നിൽക്കാനാകില്ല എന്ന് TK ഗോവിന്ദൻ തീരുമാനിച്ചത്. തനിക്ക് ശേഷം തന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാകണമെന്ന തീരുമാനം പാർട്ടിയെ തകർക്കുമെന്നും അനീതിയെ ചെറുത്തില്ല എങ്കിൽ പാർട്ടി ഇല്ലാതാകുമെന്നുമാണ് TK ഗോവിന്ദൻ പറയുന്നത്. ഇതൊന്നും പാർട്ടിയിൽ ഇതേവരെ കണ്ടിട്ടില്ലാത്ത പ്രവണതകളാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ സംഭവിക്കുന്നത് തുടർഭരണത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ് എന്നാണ് TK ഗോവിന്ദൻ പറയുന്നത്. താൻ ഒരിക്കലും അധികാരമോഹിയായതുകൊണ്ടല്ല ഇതെന്നും പാർട്ടിക്ക് പുറത്തു വന്ന് പാർട്ടിക്കെതിരെ വിമതനായി മത്സരിക്കുന്നത് പാർട്ടി നശിക്കാതിരിക്കാനാണ് എന്നും ഗോവിന്ദൻ പറയുന്നുണ്ട്. അധികാരമോഹിയാണ് എങ്കിൽ ഇത്രകാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും ഇന്നുവരെ മത്സരിക്കാൻ സീറ്റ് തേടി ഒരു നേതാക്കളുടെയും അടുത്ത് പോയില്ലല്ലോ എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ പുകഞ്ഞു തീരുമെന്ന് കരുതിയ പ്രശ്നങ്ങൾ പലതും ബൂമറങ്ങായി പാർട്ടിയെ തിരിഞ്ഞുകുത്തുന്നത് CPM-ൽ അപൂർവമൊന്നുമല്ല. MVR-ന്റെയും ഗൗരിയമ്മയുടെയും കാലം മുതൽ ഇങ്ങോട്ട് പലപ്പോഴും അത് സംഭവിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ TP ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടതുവരെ. പക്ഷേ ചെങ്കോട്ടയിൽ അതും കരുത്തനായ പിണറായിയുടെ നാട്ടിൽ സംഭവിച്ച ഈ പൊട്ടിത്തെറിയുടെ ഞെട്ടൽ മാറാൻ സമയമെടുക്കും. അപ്പോഴേക്കും എതിരാളികൾ ഈ അവസരം മുതലെടുത്തിരിക്കും. ഇപ്പോൾ തന്നെ TK ഗോവിന്ദൻ വിമതനായി മത്സരിക്കുമെന്ന് അറിയിച്ചതോടെ സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസ് TK ഗോവിന്ദന് പിന്തുണ കൊടുക്കാനിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയുടെ തറവാട്ടിൽ തിരിച്ചടി കൊടുക്കാൻ അപ്രതീക്ഷിതമായി കിട്ടിയ അവസരം മുതലാക്കാനുള്ള ഒരുക്കത്തിലാണ് എതിരാളികൾ. TK ഗോവിന്ദന്റെ പാർട്ടിയിൽ നിന്നുള്ള പുറത്തേക്ക് പോക്കോടെ ഒരിക്കൽ CPM-നെയും PK ശ്യാമളയെയും വട്ടം കറക്കിയ ആന്തൂരിലെ പ്രവാസി സംരംഭകൻ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദം തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഉയരുന്നത് ശ്യാമളയ്ക്കും CPM-നും തിരിച്ചടിയാകും. ആ വിവാദത്തിൽ നിന്ന് തലയൂരാൻ പ്രതിരോധവുമായി പാർട്ടിയുടെ മുൻനിരയിലുണ്ടായിരുന്ന നേതാവാണ് പുറത്തേക്ക് പോയി ആരോപണം ഉയർത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം TK പറയുകയും ചെയ്തു. സാജന്റെ മരണത്തിന് ഉത്തരവാദി അന്ന് തളിപ്പറമ്പ് നഗരസഭാ അധ്യക്ഷയായിരുന്ന PK ശ്യാമളയാണ് എന്ന ആരോപണം TK ഗോവിന്ദൻ ഉന്നയിക്കുകയാണ്. ചെയർപേഴ്സന്റെ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം സാജന്റെ സംരംഭത്തിന് അനുമതി കൊടുക്കില്ല എന്നാണ് ശ്യാമള അന്ന് സാജനോട് പറഞ്ഞത് എന്ന് TK പറയുന്നുണ്ട്. പാർട്ടി വിശദീകരണ യോഗം വിളിച്ചുവെങ്കിലും പ്രകടമായ ജനരോഷത്തിൽ ശ്യാമളയെ ന്യായീകരിക്കുക അസാധ്യമായിരുന്നു. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് അന്ന് ജനങ്ങളെ ആശ്വസിപ്പിച്ചത്. അന്ന് ശ്യാമളയെ ന്യായീകരിച്ചിരുന്നുവെങ്കിൽ അന്ന് തന്നെ പാർട്ടിക്ക് പൊല്ലാപ്പാകുമായിരുന്നു. പക്ഷേ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ തനിക്കെതിരെയാണ് അന്ന് നടപടി ഉണ്ടായത്. പോലീസ് അന്വേഷണത്തിൽ ശ്യാമള കുറ്റക്കാരിയല്ല എന്ന് കണ്ടെത്തിയെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചില രേഖകൾ കാണാതായതായി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് TK ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറയുന്നു. കഴിഞ്ഞില്ല, P ജയരാജനെ KK ശൈലജയെ പാർട്ടിയിൽ ഒതുക്കിയതിനെയും TK ചോദ്യം ചെയ്യുന്നു. KK ശൈലജയെ ഒതുക്കുന്നതിനാണ് മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് അയച്ചത് എന്നാണ് കുറ്റപ്പെടുത്തൽ. മത്സരിപ്പിക്കാനാണ് എങ്കിൽ ആദ്യം ജയിച്ച മട്ടന്നൂരിൽ തന്നെ മത്സരിപ്പിച്ചാൽ പോരെയെന്നും മണ്ഡലം പിടിച്ചെടുക്കാൻ ശൈലജയെ ഈ പ്രായത്തിൽ പേരാവൂരിലേക്ക് അയക്കേണ്ടതുണ്ടോ എന്നും TK ചോദിക്കുന്നുണ്ട്. ശൈലജയെ നാടുകടത്തുകയും ഭാര്യ തളിപ്പറമ്പിൽ മത്സരിക്കണമെന്ന് MV ഗോവിന്ദൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതിലെ നീതി എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നും TK പറയുന്നുണ്ട്. സമാനമായ ഒരു ഒതുക്കൽ പ്രക്രിയയാണ് മുൻപ് P ജയരാജനെതിരെ ഉണ്ടായത്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജയരാജനെ രാജിവെപ്പിച്ച് വടകരയിൽ മത്സരിപ്പിച്ച് തോൽപ്പിച്ചതിന് ശേഷം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചെടുക്കാതെയാണ് ഒതുക്കിയത്. ഇതും സാജൻ വിഷയത്തിലെ ശ്യാമളയ്ക്കെതിരായ ആരോപണവുമായി കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നുണ്ട്. അന്ന് ശ്യാമളയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതിന്റെ പേരിലാണ് അന്നത്തെ ജില്ലാ സെക്രട്ടറി P ജയരാജനടക്കം MV ഗോവിന്ദന്റെ നോട്ടപ്പുള്ളികളായത് എന്ന ആരോപണം TK ഗോവിന്ദൻ ഉയർത്തുന്നു. P ജയരാജനും KK ശൈലജയും പാർട്ടിയിൽ അവഗണന നേരിടുന്നു എന്ന കാര്യം അണികൾ തന്നെ ഏറെക്കാലമായി ചർച്ച ചെയ്യുന്നതാണ്. ഇതാണ് ഇപ്പോൾ TK ഗോവിന്ദൻ പരസ്യമായി വാർത്താ സമ്മേളനത്തിലൂടെ സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിലെ തളിപ്പറമ്പിൽ നിന്ന് ഉയർന്ന ഈ കലാപക്കൊടി ഇനി എവിടെയൊക്കെ ഉയരും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒരുപക്ഷെ ഈ കലാപത്തിന്റെ അലയൊലികൾ കേരളം ഒന്നാകെ അലയടിക്കാനും മതി. അത് മൂന്നാം തുടർഭരണമെന്ന ലക്ഷ്യത്തിനു കൂടിയാകും വിലങ്ങുതടിയാവുക.